നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. തോൽവി ചർച്ച ചെയ്യാതെ KPCC എക്സിക്യൂട്ടീവ് ഷാനിമോളും ബിന്ദു കൃഷ്ണയും ഇറങ്ങിപ്പോയി. മദ്യനയം പരാജയ കാരണമല്ലെന്ന് VM സുധീരൻ. മദ്യനയം UDFന് ഒരിക്കലും തിരിച്ചടിയല്ല. അത് വളരെ സംഘടിതമായി ബാർ ലോബിയുടെ ഒരു പ്രചരണം അഴിച്ചുവിട്ടിട്ടുണ്ട്. ഇത് തിരിച്ചടിയായി എന്ന് വരുത്താൻ വേണ്ടി തന്റെ നിർദ്ദേശങ്ങളെ വിമർശിച്ചവർ എവിടെയെന്ന് K ബാബു. തോൽവിയുടെ കാരണക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ശശി തരൂർ സോണിയയ്ക്ക് മുന്നിൽ. മന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ ഉലഞ്ഞ് CPI. ദിവാകരനെയും മുല്ലക്കരയും ഒഴിവാക്കി. വികാരാധീനനായി മുല്ലക്കര. C ദിവാകരന് പ്രതിഷേധം. മന്ത്രിമാരെല്ലാം പുതുമുഖങ്ങൾ. 4 പേരും പുതുമുഖങ്ങളായത് CPIയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയല്ല. CPIഎം മന്ത്രിമാരുടെ വകുപ്പിൽ ധാരണ. ആഭ്യന്തരം പിണറായിക്ക് തന്നെ. EP ജയരാജന് വ്യവസായം. വിദ്യാഭ്യാസം C രവീന്ദ്രനാഥിന്. ഐസക്കിന് ധനകാര്യം. വർഷം മുമ്പ് കേരളം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിക്ക് സമാനമായ പ്രതിസന്ധിയാണ് ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണത്തിന് LDFനെ ക്ഷണിച്ച് ഗവർണർ. ചരിത്രപരമായ ഉത്തരവുമായി കൊച്ചിയിലെ ഗ്രീൻ ട്രിബ്യൂണലിന് തുടക്കം. 10 വർഷം പഴക്കമുള്ള 2000 cc ഡീസൽ വാഹനങ്ങൾ പിൻവലിക്കണം. 1 മാസത്തിനകം ഉത്തരവ് നടപ്പാക്കണം. ലംഘിച്ചാൽ ഓരോ ദിവസവും 10,000 രൂപ പിഴ. ബഹിരാകാശ ഗവേഷണത്തിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ. തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ പേടകം വിജയകരമായി പരീക്ഷിച്ചു. 2030ഓടെ പൂർണ്ണതോതിൽ പേടകം സജ്ജമാകും. കണ്ണൂരിൽ 3 കുട്ടികൾ പുഴയിൽ മുങ്ങി മരിച്ചു. ചെങ്ങളായി പുഴയിൽ മരിച്ചവരിൽ സഹോദരങ്ങളും. കോട്ടയത്ത് തോട്ടിൽ വീണ് 5 വയസ്സുകാരൻ മരിച്ചു. ജിഷയുടെ കൊലപാതകത്തിൽ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് അമ്മ രാജേശ്വരി. നീതിയും നിയമവും നടപ്പിലാക്കാൻ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ നാട്ടിലില്ല. കൊലപാതകത്തിൽ അയൽവാസിയെ സംശയമുണ്ടെന്നും രാജേശ്വരി. ഇന്ത്യയും ഇറാനും നിർണായക വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചു. ഇന്ത്യ ഇറാനിലെ ചാഗ്ബാർ വ്യാപാര മേഖലയിൽ ശതകോടികളുടെ നിക്ഷേപം നടത്തും. തുറമുഖ മേഖലയിൽ സഹകരണത്തിനും ധാരണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. വിയറ്റ്നാമിന് മേലുള്ള ആയുധ വിപണന ഉപരോധം പിൻവലിക്കുമെന്ന് ബരാക് ഒബാമ. ഉപരോധം ശീതയുദ്ധത്തിന്റെ മാഞ്ഞു പോവാത്ത നിഴൽപ്പാട്. ഒബാമയുടെ വിയറ്റ്നാം സന്ദർശനം തുടരുന്നു. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. മദ്യനയം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായില്ലെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്ഥാനമൊഴിയാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ ചേർന്ന KPCC എക്സിക്യൂട്ടീവിൽ വിശദമായ ചർച്ച നടന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കാതെ മടങ്ങി. മദ്യനയത്തിന്റെ ഗുണഫലം വോട്ടാക്കി മാറ്റാനായില്ലെന്നും മദ്യനിരോധനത്തിന് മുറവിളി കൂട്ടിയവർ ഇപ്പോൾ രംഗത്തില്ലെന്നുമുള്ള വിമർശനത്തെ VM സുധീരൻ നേരിട്ടത് ഇങ്ങനെ. മദ്യനയം UDFന് ഒരിക്കലും തിരിച്ചടിയല്ല. അത് വളരെ സംഘടിതമായി ബാർ ലോബിയുടെ ഒരു പ്രചരണം അഴിച്ചുവിട്ടിട്ടുണ്ട്. ഇത് തിരിച്ചടിയായി എന്ന് വരുത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിധി എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്ഥാനമൊഴിയാനില്ലെന്നും സുധീരൻ വ്യക്തമാക്കി. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. പ്രശ്നം തെരഞ്ഞെടുപ്പ് രംഗത്ത് പരാജയമുണ്ടാകാം, വിജയമുണ്ടാകാം. ഇതൊന്നൊരു പുതിയ കാര്യമല്ല. പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ തിരക്ക് കൂട്ടേണ്ടതില്ലെന്നും ക്രിയാത്മക പ്രതിപക്ഷമായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവൺമെന്റ് രൂപീകരിക്കുക, മന്ത്രിസഭ രൂപീകരിക്കുക എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് അത്ര അർജൻസി വരുന്നില്ല. ഇന്ന് ചേർന്ന KPCC എക്സിക്യൂട്ടീവിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് വിശദമായ ചർച്ച വേണ്ടെന്ന നിർദ്ദേശം രമേശ് ചെന്നിത്തലയാണ് മുന്നോട്ട് വെച്ചത്. സ്ഥാനാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ജൂൺ 4, 5 തീയതികളിൽ തെരഞ്ഞെടുപ്പ് പരാജയം വിശദമായി വിലയിരുത്തും. ഇതിന്റെ അടിസ്ഥാനത്തിൽ രൂപരേഖ തയ്യാറാക്കി തുടർ പ്രവർത്തനങ്ങൾ നടത്തും. കനത്ത പരാജയം പ്രതീക്ഷിച്ചതല്ലെന്നും കൂടുതൽ ഉത്തരവാദിത്വം തനിക്കാണെന്നും എക്സിക്യൂട്ടീവിൽ ഉമ്മൻചാണ്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട ഘട്ടത്തിൽ വ്യക്തിപരമായ വിമർശനങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ നേതാക്കൾ നേരത്തെ ധാരണയിലെത്തിയിരുന്നു. അതേസമയം വിശദമായ ചർച്ച ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും യോഗം പൂർത്തിയാകും മുമ്പേ പ്രതിഷേധിച്ചു മടങ്ങി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ R അജിത് കുമാർ, വീക്ഷണം അസോസിയേറ്റ് എഡിറ്റർ J അജിത് കുമാർ, കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീമതി ദീപ്തി മേരി വർഗീസ്, നമുക്കറിയാം ഇടതുമുന്നണിയിലേക്ക് നോക്കണം. ഇടതുമുന്നണിയിൽ 2 വനിതകൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. പ്രതിപക്ഷ നിരയിൽ ഒരു വനിത പോലുമില്ല. 7 സീറ്റിൽ മത്സരിച്ചിട്ടും ഒരാൾക്കും ജയിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ സ്വാഭാവിക പ്രതിഷേധമായിരുന്നു ഇന്ന് KPCCയിൽ നമ്മളൊക്കെ കണ്ടത്.
നിങ്ങൾക്കൊക്കെ നേതൃത്വത്തോട് എന്താണ് പറയാനുള്ളത്? ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ മത്സരിപ്പിച്ചു കഴിയുമ്പോൾ അവിടെ പാർട്ടി പ്രവർത്തകരെ മുഴുവൻ പങ്കാളികളാക്കി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ അവസരമൊരുക്കുക. അതല്ലാതെ തോറ്റു കഴിയുമ്പോൾ പിന്നീട് പരാതിയും പരിഭവവും പറഞ്ഞിട്ട് എന്ത് കാര്യം? കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കിയാൽ, ചരിത്രം പരിശോധിച്ചാൽ, വളരെ തിരഞ്ഞെടുപ്പ് രംഗത്തായാലും അതുപോലെ സംഘടനാ രംഗത്തായാലും വളരെ സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യുവാൻ വളരെ പിശുക്ക് കാണിക്കുന്ന ഒരു നേതൃത്വമാണ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. അത് കോൺഗ്രസിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തെക്കാൾ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒന്ന് AICCയുടെ പ്രസിഡന്റുമാരായി 5 വനിതാ പ്രസിഡന്റുമാരാണ് ഇരുന്നത്. അത് ആനി ബെസന്റ്, നെല്ലി സെൻഗുപ്ത, സരോജിനി നായിഡു, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി, അങ്ങനെ 5 AICC പ്രസിഡന്റുമാരിരുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്നാൽ പിന്നീട് നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കോ സംഘടനാ രംഗത്തേക്കോ ഒക്കെ സംവരണത്തിൻ്റെ ആനുകൂല്യം എന്നുള്ളത് ഇവിടെ മാറ്റിവെക്കണം. സംവരണത്തിൻ്റെ ആനുകൂല്യം ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സ്ത്രീകളെ മാത്രമേ മത്സരിപ്പിക്കുന്നുള്ളൂ. അത് തന്നെ മത്സരിപ്പിക്കുന്നത് തന്നെ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിലല്ല എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ അത് ഒരു ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്ന് പറഞ്ഞാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണനും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അത് അവർക്ക് കാണിക്കാൻ കഴിയുന്ന ഒരു പ്രതിഷേധം അവർ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് പിന്നീട് ഇനി അടുത്ത എക്സിക്യൂട്ടീവിൽ 4-5 തീയതികളിൽ വരുന്ന എക്സിക്യൂട്ടീവിൽ ഒരുപക്ഷെ ചർച്ച ചെയ്യേണ്ടതാണ്. ചർച്ച ചെയ്യാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം KPCCയുടെ നേതൃത്വം അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് കാണിക്കണമെന്നാണ് ഞങ്ങൾ സ്ത്രീകളുടെയൊക്കെ അഭിപ്രായം. ശ്രീമതി ദീപ്തി, ഒരു കാര്യം കൂടി. ഇപ്പോൾ ബിന്ദു കൃഷ്ണ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഓടി നടന്ന് പ്രചാരണ പ്രവർത്തനങ്ങൾ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത മഹിളാ കോൺഗ്രസിന്റെ നേതാവാണല്ലോ. കൊല്ലത്തൊരു മണ്ഡലത്തിൽ പരാജയപ്പെട്ടപ്പോൾ അവിടെ അവരുടെ കോലം കത്തിക്കുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചതാണ്. അവരത് നിഷേധിച്ചിട്ടുമില്ല. അവർക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് DCC യോഗത്തിൽ സംസാരിക്കേണ്ടി വന്നു. ആ വിഷയമടക്കം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യമുയർന്നപ്പോൾ അതിന് KPCC നേതൃത്വം മുഖം കൊടുത്തില്ല എന്നത് ഒരു വലിയ തോതിൽ പ്രവർത്തനം നടത്തിയ ഒരു നേതാവിനോട് കാണിക്കുന്ന വഞ്ചനയല്ലേ? ഇത് പിന്നെ കൊല്ലത്ത് നടന്ന ഒരു സംഭവമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് അവിടെ ഉണ്ടായ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഇവിടെ ആത്യന്തികമായിട്ട് അതിപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് സംഭവിച്ച കാര്യമൊന്നും ആയിരിക്കില്ല. അവിടെ എന്താണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായതെന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയില്ല. അത് മാത്രമല്ല അത് അവിടെ പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ പ്രധാനമായും ഉള്ള ഒരു കാര്യം, ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പ് പരാജയം എന്ന് വിശകലനം ചെയ്യുന്ന അവസരത്തിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്ന, എത്രത്തോളം സ്ത്രീകൾക്ക് ഇവിടെ മത്സര രംഗത്ത് മത്സരിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംഘടനാ രംഗത്ത് പ്രവർത്തന പരിചയവും ഞാനത് വളരെ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. സംഘടനാ രംഗത്ത് വർഷങ്ങളോളം പ്രവർത്തന പരിചയവും അനുഭവ സമ്പത്തുമുള്ള സ്ത്രീകളെ പലപ്പോഴും മാറ്റി നിർത്തുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതും മാറേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, സംവരണത്തിൻ്റെ ആനുകൂല്യത്തിൽ നിരവധി സ്ത്രീകൾ വരുന്നുണ്ട്. സംവരണം കൊണ്ട് 33% സംവരണം കൊണ്ടുവന്ന് തന്നെ കോൺഗ്രസ് നേതൃത്വമാണ്. ശ്രീ രാജീവ് ഗാന്ധിയുടെ പഞ്ചായത്തി രാജ് ബില്ലിലൂടെയാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പ്രവർത്തന പരിചയമുള്ള സ്ത്രീകളെ പലപ്പോഴും ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ അവർ മത്സരിക്കാൻ അവർക്ക് സാധ്യതയുള്ള ഒരു സ്ഥലത്താണോ മത്സരിച്ചതെന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കൊടുത്ത 7 സീറ്റുകളാണ് കോൺഗ്രസ് നേതൃത്വം കൊടുത്തത്. ഈ 7 സീറ്റുകളിൽ പരാജയപ്പെടുന്ന സീറ്റുകളാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്നത് എല്ലാ കാലത്തും. അപ്പോൾ ഷാനിമോൾ ഉസ്മാന്റെ കാര്യം തന്നെ എടുക്കുക. ഷാനിമോൾ ഉസ്മാന് കൊടുത്ത സീറ്റ് അവർ ആദ്യം മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചു. ആദ്യം സീറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവർക്കൊരു സീറ്റ് കൊടുത്തു. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചു. അവരെ മാറ്റി. അങ്ങനെ അവർക്ക് അവിടേക്ക് ചെല്ലുമ്പോൾ ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാത്ത ഒരു മണ്ഡലത്തിലേക്കാണ് അവരെ മത്സരിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അതിനെയൊന്നും ആ ഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ സംസ്ഥാനത്തെ മഹിളാ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയാതെ
മുന്നോട്ടാണ് ഒരു പോകുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. അതുകൊണ്ട് വളരെ അച്ചടക്കത്തോടെ നേതൃത്വം പറഞ്ഞതിനനുസരിച്ച് കൊടുത്ത നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അതവരുടെ ഒരു ബലഹീനതയാണെന്ന് ഒരിക്കലും നേതൃത്വം കാണരുത്. ഇതിൻ്റെ അകത്ത് വർഷങ്ങളായി ഞാൻ ചോദിച്ചോട്ടെ, AICC സെക്രട്ടറി ആയിരുന്ന ഒരു സ്ത്രീയാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ. മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെക്കാം. AICC സെക്രട്ടറി ആയിരുന്ന ഒരു സ്ത്രീക്ക് ഒരു സീറ്റ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്തുകൊണ്ട് ഇത്തവണ മത്സരിച്ചില്ല? ജയസാധ്യതയുള്ള അല്ലെങ്കിൽ പിന്നെ ഒരല്പം ഫൈറ്റിംഗ് എങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു സീറ്റ് എന്തുകൊണ്ടാണ് അവർക്ക് ലഭിക്കാതിരുന്നത്? അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ധാരാളമുണ്ട്, വേറെയുമുണ്ട്. അവരെ ഒന്നും പരിഗണിച്ചിട്ടില്ല. അത് എന്താണ് കാരണം എന്നുള്ളത് വളരെ വിശദമായി KPCC നേതൃത്വം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഞാൻ വരാം. ശ്രീ ജെ അജിത് കുമാർ, എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം വിശദമായ ചർച്ചകൾ നടക്കാതെ പോകുന്നത് എന്നത് ഒരു കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വക്കം പുരുഷോത്തമൻ കമ്മിറ്റി ഉണ്ടായിരുന്നുവല്ലോ. കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് പരാജയം അല്ലെങ്കിൽ തിളക്കമാർന്ന വിജയം നേടാൻ കഴിയാത്ത പോയതിനെ പറ്റി പഠിക്കാൻ നിയോഗിച്ച ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എവിടെ പോയി? ആ റിപ്പോർട്ട് നടപ്പാക്കിയോ? ആ റിപ്പോർട്ട് നടപ്പാക്കിയില്ല എന്ന് തന്നെയല്ല, ആ റിപ്പോർട്ടിൽ ആരോപണ വിധേയരായിരുന്നവർക്ക് ഇത്തവണ സീറ്റ് കൂടി ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ശ്രീ വിജയകുമാർ എന്നോടാണോ, അജിത്തിനോടാണോ? ശ്രീ ജെ അജിത് കുമാർ, താങ്കളോടാണ്. ഓക്കെ ശ്രീ വിജയകുമാർ, സോറി, ഇവിടെ ഒരു ചെറിയ ഒരു ഡിസ്ട്രാക്ഷൻ വന്നു, പവറിന്റെ പ്രശ്നം കൊണ്ട് ഞാൻ തുടക്കം മുതൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അല്ല, ചോദ്യം ഞാൻ കേട്ടു പൂർണ്ണമായിട്ടും. ഇന്ന് തീർച്ചയായിട്ടും KPCC തെരഞ്ഞെടുപ്പിന് ഫലം വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് KPCCയുടെ എക്സിക്യൂട്ടീവ് ഇവിടെ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ ചേർന്നത്. അപ്പോ ആ ദിവസം ഇപ്പം കൃത്യമായിട്ട് അറിയാമല്ലോ, ഇത് മുറിവേറ്റ ഒരു ശരീരവും മനസ്സുമാണ് ഇന്നിപ്പോ കേരളത്തിലെ കോൺഗ്രസ്. അപ്പൊ അതിന് കൂടുതൽ ആഴത്തിൽ മുറിവേൽപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്താനോ ഒന്നുമുള്ള ഒരു മാനസികാവസ്ഥയിലല്ല വിജയിച്ചവരും തോറ്റവരും പാർട്ടിയുടെ നേതൃത്വവും. അപ്പം അതിന് ഒരു ഈ പറഞ്ഞ യാഥാർത്ഥ്യം ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ഒക്കെ മനസ്സിലേക്ക് ഒന്ന് സിങ്ക് ചെയ്യാനുള്ള ഒരു കൂളിംഗ് ഓഫ് ടൈം എടുക്കുകയാണ് പാർട്ടി ചെയ്തത്. അതിനകത്ത് വേറെ ഈ ചർച്ചകളൊന്നും മാറ്റിവെച്ചതൊന്നുമല്ല. അതിന്റെ ഏറ്റവും ശക്തമായ നിദർശനമാണല്ലോ ഇപ്പൊ ജൂൺ ഫസ്റ്റ് വീക്കിൽ തന്നെ 4-ാം തീയതി 5-ാം തീയതി നെയ്യാർ ഡാമിലുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടില് വിശദമായ 2 ദിവസം ക്യാമ്പ് ചെയ്തുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇത് മുഴുവൻ വിശദമായിട്ട് ചർച്ച ചെയ്യും. ശ്രീ വിജയകുമാർ ചോദിച്ച ഈ കമ്മിറ്റികളുടെ പ്രവർത്തനത്തിന്റെ കാര്യം, എല്ലാ കാലത്തും ഇതുപോലെ കമ്മിറ്റികൾ ഉണ്ടാകാറുണ്ട്, അന്വേഷണങ്ങൾ നടത്താറുണ്ട് പലപ്പോഴും. പക്ഷേ അന്വേഷണത്തിന്റെ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാലും വിശദമായ ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു. ഇത്തവണയെങ്കിലും അത് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയൊക്കെ ആഗ്രഹവും പ്രാർത്ഥനയും. ഇത്തവണ അത് ഉണ്ടാവില്ല എന്ന് തന്നെ വിശ്വസിക്കുക. പക്ഷേ അത്രമാത്രം വിശദമായിട്ട് പരാജയത്തെക്കുറിച്ചുള്ള ഒരു അപഗ്രഥം നടത്താനുള്ള മാനസികാവസ്ഥയിലോ ഉള്ള സാഹചര്യത്തിലോ അല്ല ഇപ്പൊ പാർട്ടിയും പ്രവർത്തകരും. അതുകൊണ്ടാണ് ഇന്നിപ്പോ കൂടുതലായിട്ടുള്ള ഒരു ഡിസക്ഷനും പോസ്റ്റ്മോർട്ടത്തിനും പോകാതിരുന്നത് ശ്രീ വിജയകുമാർ. പിന്നെ ശ്രീമതി ദീപ്തി പറഞ്ഞ പല കാര്യങ്ങളോട് ഞാൻ യോജിക്കുകയാണ്. മഹിളകൾക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടില്ല എന്നൊക്കെയുള്ള എല്ലാ കാലത്തും പരാതി സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ വിശദമായി ഇന്ന് ചർച്ച ചെയ്തില്ല എന്നുള്ളതിന്റെ ആ പേരിൽ മാത്രം അതിനൊരു പ്രതിഷേധ സൂചകമായിട്ട് ഒരുപക്ഷെ ശ്രീമതി ഷാനിമോളും ശ്രീമതി ബിന്ദുകൃഷ്ണയും ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ട് അവർ ഫുൾ ടൈം അവിടെ ഇരുന്നിട്ടുണ്ടാവില്ല. അതിനകത്തൊന്നും മോശമായിട്ടൊന്നും കാണേണ്ടതില്ല. നമുക്കറിയാമല്ലോ, ഇതൊരു എല്ലാ ഇപ്പൊ ഏത് യുദ്ധത്തിലായാലും പ്രേമത്തിലായാലും തെരഞ്ഞെടുപ്പിലായാലും ഒരു വിജയി തന്നെയാണ്. ഇവിടെ ഇപ്പൊ കോൺഗ്രസിന് തൽക്കാലം പരാജയം സംഭവിച്ചിരിക്കുന്നു, താൽക്കാലികമായ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കാനുള്ള സാഹചര്യം ഇപ്പൊ 2 ആഴ്ചക്കുള്ളിൽ ഉരുത്തിരിയുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് കൂടുതൽ സംഗതികൾ കാര്യമായിട്ട് പറഞ്ഞ് വഷളാക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ആക്കരുതെന്നുകൂടെ സംസ്ഥാന നേതൃത്വം സുധീരൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിലംഘിച്ചുകൊണ്ട് ആരും ഇപ്പൊ തുറന്ന ചർച്ചകൾക്കോ പരാമർശങ്ങൾക്കോ ഒന്നും വരുന്നുണ്ടാവില്ല. അപ്പൊ പക്ഷെ ഞാനത് ഒരു പരാജയപ്പെട്ട ഒരു പാർട്ടിയുടെ കാര്യം പറഞ്ഞത്. വിജയിച്ചവരുടെ അവസ്ഥ എന്താണ്? CPM-നകത്ത് മുറിവുറപ്പില്ലേ? ഇപ്പൊ 12 മന്ത്രിമാരുടെ പേര് വന്നപ്പോൾ അല്ലെ സ്പീക്കറുടെ പേര് തീരുമാനിച്ചപ്പോൾ CPI-ക്കകത്ത് മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനിടയ്ക്ക് എന്തൊക്കെ നാടകീയതകളാണ് ഇന്ന് MN സ്മാരകത്തിൽ തിരുവനന്തപുരത്ത് നടന്നത്. ചെറിയ കക്ഷികളായ കോൺഗ്രസിലും കോൺഗ്രസ് പോട്ടെ, പാവം കടന്നപ്പള്ളി മാത്രം ജയിച്ചുകൊണ്ട് കടന്നപ്പള്ളിക്ക് തർക്കമില്ല, അദ്ദേഹം മന്ത്രിയായ ഭാവിക്കോളൂ. ജനതാദളിലും പിന്നെ NCP-യിലും ഒക്കെ തർക്കം നടക്കുകയല്ലേ.
വിജയിച്ചവരുടെ കൂട്ടത്തിൽ. അപ്പൊ പരാജയപ്പെട്ടവരെ മാത്രം ഇങ്ങനെ കോണർ ചെയ്ത് അറ്റാക്ക് ചെയ്യാതെ അവിടുത്തെ പ്രശ്നങ്ങളോട് നമുക്ക് ചർച്ച ചെയ്യണം വിജയകുമാർ. അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും ആ വിഷയവും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നത് താങ്കൾക്ക് മനസ്സിലാവുകയും ചെയ്യും വഴിയെ. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ മാത്യു കുഴൽനാടൻ കൂടി ചേരുന്നു. ശ്രീ മാത്യു, താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് തൊട്ടടുത്ത ദിവസം പാർട്ടിക്കേറ്റ തിരിച്ചടിയല്ല ഇത്, ജനമനസ്സറിയാൻ പഠിച്ചിട്ടില്ലാത്ത നേതൃത്വത്തിന്റെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ്, പാർട്ടിയേക്കാൾ വലുതാണ് തങ്ങളെന്ന് വിചാരിച്ചവർക്കുള്ള മറുപടിയാണിത്, ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയൂ എന്ന് നേതാക്കൾ ഓർക്കണം. ഇതായിരുന്നു താങ്കൾ പറഞ്ഞത്. കോൺഗ്രസിൽ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടാകുമ്പോൾ അതിലെ കാതലായ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ പോകുന്നത്? ഇന്നിപ്പോൾ 3 നേതാക്കൾ, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും ഈ യോഗത്തിന് മുമ്പേ ചേർന്ന് ഒരു തീരുമാനമെടുത്തു, ഇന്ന് കൂടുതൽ ചർച്ചയൊന്നും വേണ്ട, നമുക്ക് പിന്നീട് ചർച്ചയാവാം. പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു തീരുമാനം എടുക്കും, ഹൈക്കമാൻഡും ആലോചിച്ച്, അവിടെയും ചർച്ച വേണ്ട. അങ്ങനെ ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസിൽ ചർച്ചയ്ക്കുള്ള വാതിലുകൾ നേതാക്കൾ കൊട്ടിയടയ്ക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ഈ വിഷയത്തില് ചർച്ച ഒഴിവാക്കുന്ന ഒരു നടപടിയും ശരിയായി ഒഴിവാക്കിയതല്ല. സ്വാഭാവികമായിട്ടും അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്തു എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാവുന്നത്. പാർട്ടി ഈ ഘട്ടത്തിലെങ്കിലും ഇതിന്റെ ഒരു ഗൗരവം തിരിച്ചറിഞ്ഞ് ആഴത്തിൽ ചർച്ച ചെയ്ത് ഇതിന്റെ യഥാർത്ഥ വശങ്ങൾ കണ്ടെത്തി പരിഹാര നടപടികൾ ഏറ്റവും യുക്തമായ രീതി അല്ലെങ്കിൽ ഏറ്റവും അടിയന്തരമായി കൈക്കൊണ്ടില്ല എങ്കിൽ കോൺഗ്രസ് വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഇതിന് സത്യം. ഒരുപക്ഷെ ഇന്നത്തെ ദിവസം കേവലം 5-6 മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്യാവുന്നതല്ല എന്ന നിലയിലാണ് ആ ചർച്ച മാറ്റിയെന്നാണ് എനിക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ആ നിലയിലാണെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ് തന്നെയാണ്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷെ ചർച്ച ഒഴിവാക്കിയോ അല്ലെങ്കിൽ ചർച്ചയുടെ ആഴം കുറച്ചോ വിഷയങ്ങൾ പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും ഇതിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളും ശക്തമായ എതിരഭിപ്രായങ്ങളും ഒക്കെ വരും, വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകും, അതിശക്തമായ വിമർശനം ഉണ്ടാകും. ഞങ്ങളടക്കമുള്ള അല്ലെങ്കിൽ പാർട്ടിയിലെ യുവാക്കൾക്ക് തന്നെ ഇതിൽ വലിയ പ്രതിഷേധവും അമർഷവും ഒക്കെ ഉണ്ട്. ഇന്നത്തെ പാർട്ടിയുടെ അവസ്ഥയിൽ നിരാശയുണ്ട്. അപ്പൊ ഇതെല്ലാം പ്രതിഫലിക്കാൻ പോകുന്ന ഒരു ചർച്ച ഉണ്ടാകണം. കാരണം വിമർശനങ്ങളെയോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളെയോ ഭയപ്പെട്ട് നേതൃത്വത്തിന് പിന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ആയിരിക്കില്ല. കാരണം ഒന്നാമത് ബഹുമാനായ ശ്രീ KPCC അധ്യക്ഷൻ അദ്ദേഹം സ്ഥാനമേറ്റതിന് ശേഷം ഞങ്ങൾ കണ്ടുവരുന്ന ഒരു കാര്യം, ഏത് വിഷയവും വിപുലമായി ചർച്ച ചെയ്യുന്നതിനോട് വളരെ ഓപ്പൺ മനസ്സാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. അതിനിപ്പോ ഒരു പാർട്ടിയെ സംബന്ധിച്ചമാകട്ടെ സർക്കാരിനെ സംബന്ധിച്ചമാകട്ടെ ഇത് തന്നെയാണ് ചർച്ചകളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പോളിസിയാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസമാണ് ഉള്ളത്. ഒരാഴത്തിലുള്ള ചർച്ച ഇത് സംബന്ധിച്ച് പാർട്ടിയിൽ ഉണ്ടാകണം. വളരെ ശക്തമായ അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ള ക്രിയാത്മകമായ ചർച്ച നടത്തി പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നുള്ള പരിഹാര നടപടികൾ കൈക്കൊള്ളണം എന്നുള്ള അഭിപ്രായമാണ്. അതാണ് താങ്കൾക്ക് അക്കാര്യത്തിലുള്ള നിർദ്ദേശം. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ R. അജിത് കുമാർ കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ R. അജിത് കുമാർ, കോൺഗ്രസിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ഇപ്പോൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായത് 3 നേതാക്കൾ തമ്മിലുണ്ടായ തീരുമാനം നടപ്പാക്കുകയോ അല്ലെങ്കിൽ നിർദ്ദേശം ആ തീരുമാനം അറിയിക്കുകയാണ് ചെയ്തത്. പുതിയ ചർച്ചകൾ 4-5 ദിവസങ്ങളിൽ നടക്കും. തോറ്റുപോയ സ്ഥാനാർത്ഥികളെ അടക്കം വിളിച്ചിരുത്തിയുള്ള ചർച്ചയ്ക്കാണ് കോൺഗ്രസിൽ ഇപ്പോൾ തുടക്കമിടാൻ പോകുന്നത്. ഞാൻ നേരത്തെ ശ്രീ J. അജിത് കുമാറിനോട് ചോദിച്ചതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുവെങ്കിലും ആ വിജയത്തിന് തിളക്കം പോരായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞു. അത് പഠിക്കുന്നതിന് വേണ്ടി വക്കം പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ വെച്ചു. ആ റിപ്പോർട്ട് KPCCക്ക് നൽകുകയും ചെയ്തു. ആ റിപ്പോർട്ടിൽ നടപ്പാക്കിയിട്ടില്ല എന്ന് തന്നെയല്ല, ആ റിപ്പോർട്ടിൽ ആരോപണ വിധേയരായ പലരും ഇപ്പോൾ മത്സരിച്ചതും നമ്മൾ കണ്ടു. പേര് പറയാതെ നമുക്ക് അത് ആരൊക്കെയാണെന്ന് അറിയുകയും ചെയ്യാം. അതിനുശേഷം ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ല കോൺഗ്രസിലുള്ളതെന്ന് മറ്റാരുമല്ല പറഞ്ഞത്, രമേശ് ചെന്നിത്തലയാണ് പറഞ്ഞത്. അവിടെയും ചികിത്സയൊന്നും നമ്മൾ കണ്ടതായി തോന്നുന്നില്ല. അങ്ങനെ ചികിത്സ ഫലിച്ചിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പിലെ ഫലം ഇതായിരുന്നില്ല. എന്താണ് കോൺഗ്രസിൽ നടക്കുന്നത്? ഈ നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് അപ്പുറത്തേക്ക് കാതലായ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം കാണുന്നതിൽ കോൺഗ്രസ് നേതൃത്വം തുടർച്ചയായി പരാജയപ്പെടുന്നുണ്ടോ? വിജയകുമാർ ചോദിച്ചുകൊണ്ട് പറയാം, ഈ വക്കം കമ്മിറ്റി റിപ്പോർട്ട് ഇവർ പുറത്തുവിട്ടില്ല കോൺഗ്രസ്. ഞാനത് ചോർത്തി മംഗളം പത്രത്തിൽ അടിച്ചത്. ആ ചോർത്താൻ പെട്ട പാടെ എനിക്കേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വക്കം കമ്മിറ്റി റിപ്പോർട്ട്
അത് അവർ 2-3 പേരുടെ കയ്യിലേ ഉണ്ടായിരുന്നുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ശരിയാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ റിപ്പോർട്ട് ചർച്ചയ്ക്ക് വിധേയമായില്ല. ആ റിപ്പോർട്ട് KPCC പ്രസിഡന്റ് മേശയ്ക്കകത്ത് വെച്ച് പൂട്ടുകയായിരുന്നു. അത് ഞാൻ മംഗളം പത്രത്തിലാണ് ആദ്യമായിട്ട് അടിച്ചത്, പിന്നെ ആരും അടിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൽ ജനാധിപത്യമില്ല. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജനാധിപത്യ ഇല്ലായ്മയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ഈ ആരോപണ വിധേയരായ നേതാക്കന്മാർ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ മാറി നിന്നിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര പരാജയം ഉണ്ടാകുമായിരുന്നോ? ആരോപണ വിധേയർ മാറി നിൽക്കുക, അതൊരു നയമായി സുധീരൻ ഉന്നയിച്ചപ്പോൾ അതിനെ എന്താ സ്വീകാര്യത ഇല്ലാതാ പോയത്? അതിന് ചെറിയ ആരോപണമല്ല ഞാൻ പറയുന്നത്. ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട, സരിതയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയർ മാറി നിൽക്കട്ടെ. അവർ കുറ്റം ചെയ്തു എന്നല്ല പറയുന്നത്. കേരളത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരാൾ മാത്രമേ, ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമേ അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അത് ആർ ബാലകൃഷ്ണപിള്ളയാണ്. അപ്പോൾ കേരളത്തിൽ ഒരേ രാഷ്ട്രീയ അഴിമതി നടന്നിട്ടില്ല. എല്ലാ മന്ത്രിമാരും സംശുദ്ധന്മാർ സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ശിക്ഷിച്ചെങ്കിൽ മാത്രമേ, കോടതി ശിക്ഷിച്ചെങ്കിൽ മാത്രമേ കുറ്റവാളിയാകുള്ളൂ എന്ന വാദം ഫലപ്രദമാവില്ല. അപ്പോൾ ഇത് ആരോപിതർ എങ്കിലും പ്രധാനപ്പെട്ട ഗ്രാവിറ്റിയുള്ള ആരോപണം ഇതിന് വിധേയമായവർ മാറി നിൽക്കണം എന്ന നിർദ്ദേശം അംഗീകരിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിന് ഈ തകർച്ച ഉണ്ടാകുമായിരുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കോൺഗ്രസ് ഇത്രയും നാമാവിശേഷമായി ഇത്ര നാറിയ ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? ഇല്ല. പിന്നെ കടൽ കിഴവന്മാർ, ഓരോ വേര് പിടിച്ച നേതാക്കന്മാർ ഓരോ മണ്ഡലങ്ങളിൽ അടിഞ്ഞുകൂടുക, അല്ലെങ്കിൽ കുടുംബാധിപത്യത്തിലേക്ക് പോവുക. ഇതൊന്നും കേരളത്തിൽ സഹിക്കില്ല, കേരള ജനം സഹിക്കില്ല. ഇന്ത്യ മൊത്തം അടിയന്തരാവസ്ഥ എടുത്തപ്പോൾ അടിയന്തരാവസ്ഥ അനുകൂലിച്ചാണ് കേരളം വ്യത്യസ്തമായി ചിന്തിക്കുന്നു. അതുകൊണ്ട് അഴിമതി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു, ജീർണത പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. ഇതൊന്നും മുൻകൂട്ടി കാണുവാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിഞ്ഞില്ല, കോൺഗ്രസ് നേതാക്കന്മാർക്ക് കഴിഞ്ഞില്ല? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ശ്രീ മാത്യു, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ ശ്രീ ആർ അജിത് കുമാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. ഈ താങ്കൾ ഉദ്ദേശിച്ചതുപോലെ നേതാക്കളുടെ ധാർഷ്ട്യം, അതുപോലെ തങ്ങളാണ് പാർട്ടിയേക്കാൾ വലുതെന്ന് വിചാരിക്കുന്നവരുടെ ഒരു കൂട്ടം. ഇന്നിപ്പോൾ ശശി തരൂർ പറഞ്ഞതും അതുതന്നെയാണ്. ഗ്രൂപ്പുകളുടെ ഒരു കോൺഫെഡറേഷനായി കോൺഗ്രസ് പാർട്ടി മാറി എന്ന് സോണിയാഗാന്ധിയോട് ശശി തരൂർ പറഞ്ഞു. നിങ്ങളൊക്കെ ഒരു തലമുറ മാറ്റത്തിന് വേണ്ടി ശക്തമായി വാദിക്കുന്നവരാണല്ലോ. നിങ്ങളുടെയൊക്കെ വാക്കുകൾക്ക് കോൺഗ്രസിൽ എന്ത് വിലയാണ് ഇപ്പോൾ ലഭിക്കുന്നത്? ചർച്ചകൾക്കുള്ള സാധ്യതകൾ പോലും കൊട്ടിയടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ല, ഇവിടെ ഞാനും ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ഇപ്പോൾ ഈ വിഷയത്തിൽ പാർട്ടിയോ നേതാക്കന്മാർ ഇൻഡിവിജ്വലായി കുറ്റപ്പെടുത്തുന്നതിനപ്പുറം എൻ്റെ ഒരു പേഴ്സണൽ അസസ്മെൻ്റ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിന് എവിടെയാണ് പാളിച്ച പറ്റിയത്? കോൺഗ്രസിനെ നയിച്ചത് ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരും കേരളത്തിലെ ജനങ്ങൾ വലിയ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന നേതാക്കന്മാരാണ്. അവരുടെയൊക്കെ വലിയൊരു പശ്ചാത്തലവും പാരമ്പര്യമൊക്കെ ഉണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ കോൺഗ്രസിന് ദർ വാസ് എ ഡിസ്കണക്ട് വിത്ത് ദ ന്യൂ ജനറേഷൻ. പുതിയ തലമുറയുമായി ഈ ലീഡർഷിപ്പിനും ആ ഡിസ്കണക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ചോദിച്ചു, ഉമ്മൻചാണ്ടി ആദരിക്കുന്ന ബഹുമാനിക്കുന്ന കേരളത്തിലെ ജനസംഖ്യ എടുത്താൽ അതിൽ ഒരുപക്ഷെ ഒരു 70%, 80%വും 50 വയസ്സ് 50 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഉമ്മൻചാണ്ടിക്ക് മതിപ്പില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവരുടെ ഭാഷയും അവരുടെ സ്വരവും അവരുടെ ശൈലിയും അവരുടെ അംബീഷനും അവരുടെ ആസ്പിറേഷൻസും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പിന് കോൺഗ്രസ്സിന് മുന്നോട്ട് നിർത്താൻ കഴിയാതെ പോയി. അത് ആ കാര്യത്തിൽ CPM ഒരു പരിധി വരെ, എന്നാൽ CPM പൂർണ്ണമായിട്ട് അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും യുവാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ വളരെ അൺട്രസ്റ്റ് ആയിട്ടുള്ള ഒരു മനസ്സാണ്. അല്ലെങ്കിൽ ഒരിക്കലും അവർ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഒരു ഭരണത്തിൻ്റെ ഭാഗമായിരുന്ന് യുവാക്കളുടെ വോട്ട് തേടുമ്പോൾ നമ്മൾക്ക് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ വിധിയെഴുത്ത് നമ്മൾക്കെതിരായിരിക്കും. അപ്പോൾ യുവാക്കളെ കൺവിൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ തലമുറയുമായി സംവദിക്കാൻ പറ്റുന്ന, ആ തലമുറയെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന, ആ തലമുറയെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയുടെ ഒരു എഫേർട്ട് ഉണ്ടായില്ല എന്നത് സത്യമാണ്, നിഷേധിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പേര് ശശി തരൂർ ഇതിൻ്റെ അകത്ത് പാർട്ടിക്ക് ആ നിലയിലൊരു അസറ്റായിരുന്നു. പക്ഷേ കേരളത്തിൽ ലീഡർഷിപ്പ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലൻറ്റിനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അക്സെപ്റ്റബിലിറ്റി യൂസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ യൂസ് ചെയ്തിട്ടില്ല.
ഒരുപക്ഷെ ക്യാമ്പയിൻ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ മുൻനിര നേതാക്കന്മാർ ഇപ്പോൾ AK ആന്റണിയും VM സുധീരനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പുതിയ ഒരു തലമുറയെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രചരണങ്ങളെ ഭാഗവാക്കാക്കാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്നത് സത്യമാണ്. അത് വനിതകളും ദളിതും അല്ല അങ്ങനെ വിഷയത്തിൽ ഞാൻ പറഞ്ഞ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് 50% യുവാക്കളാണ് വരുന്നത്, ചെറുപ്പക്കാരാണ് വരുന്നത്. അവർ അഴിമതിയോട് വളരെ ഇൻടോളറൻ്റ് ആയിട്ടുള്ളവരാണ്. അഴിമതി നടന്നോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ വേറെ. അഴിമതി ആരോപണങ്ങളുടെ പുകമറ ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ദേ ഡോണ്ട് വാണ്ട് ടു ബി പാർട്ട് ഓഫ് ദാറ്റ് അലിഗേഷൻ, അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതിനെതിരെയാണ് അവരുടെ വികാരം. ഇതൊന്നും തിരിച്ചറിയാതെ ഒരു പുതിയ തലമുറയുടെ സ്വരം കേൾക്കാൻ കഴിയാതെ പോയതാണ് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും നമ്മൾ പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ കഴിഞ്ഞ ഒരുപാട് കാലമായി പാർട്ടിയുടെ ഒരു കോർ ഐഡിയോളജിയിൽ നിന്ന് സംസാരിക്കുന്നതിന് പകരം എല്ലാവരും മാനേജേഴ്സാണ്. എല്ലാവരും വോട്ട് ബാങ്കുകളെ മാനേജ് ചെയ്യാൻ പറ്റുന്ന പുതിയ ശൈലിയും പുതിയ രീതിയും പുതിയ തന്ത്രങ്ങളും ഒക്കെ ആയിട്ട് അത് സമുദായ നേതാക്കന്മാരെ മാനേജ് ചെയ്താൽ ഇപ്പോൾ SNDP മാനേജ് ചെയ്താൽ ഈഴവ സമുദായം കൂടെ നിൽക്കും. ഇപ്പോൾ മതമേലധ്യക്ഷന്മാരെ മാനേജ് ചെയ്താൽ ക്രിസ്ത്യൻ സമുദായം കൂടെ നിൽക്കും. NSSനെ മാനേജ് ചെയ്താൽ നായർ സമുദായം കൂടെ നിൽക്കും. ഈ ഒരു ചിന്ത പ്രബലമായി ഇതൊരു രാഷ്ട്രീയ ശൈലിയാക്കി മാറ്റിയിട്ട് ഒരുപാട് കാലമായി. ഞാൻ ഇതിൻ്റെ അകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ പഠിക്കേണ്ട ഒരു പാഠം, ഞാൻ ആ കാര്യത്തിൽ CPMനെ പരസ്യമായി അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നുപോലെ അംഗീകരിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയുടെ മെജോറിറ്റി എന്ന് പറയുന്നത് ഒരു CPMന് പിന്തുണ നൽകുന്ന അവരുടെ ഒരു ഫോളോവേഴ്സോ അല്ലെങ്കിൽ CPMന്റെ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സാണ് ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് എതിരായി വന്നപ്പോൾ അവരെ ആ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പിനെ മാനേജ് ചെയ്യുകയോ കൈകാര്യം ചെയ്യുകയോ അവരെ ഇത് ചെയ്യുന്നതിന് പകരം CPM ടുക്ക് എ വെരി ഓപ്പൺ സ്റ്റാൻഡ്. SNDP ലീഡർഷിപ്പിനെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അവരുടെ കേഡേഴ്സിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനെ ഡിനൈ ചെയ്തു. SNDP ലീഡർഷിപ്പിനെ ഡിനൈ ചെയ്യാൻ യാതൊരു മടിയും കാണിച്ചില്ല. അത് ഒരു പൊളിറ്റിക്കലി ഞാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അങ്ങേയറ്റം അഡ്മയർ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് CPM. അതിന്റെ പ്രയോജനം അവർക്ക് കിട്ടി. കാരണം എവിടെയൊക്കെ SNDP ഞാൻ ഒന്ന് ഇടപെട്ട ഒരു കാര്യം ചോദിച്ചോളട്ടെ. താങ്കൾ ഈ തലമുറ മാറ്റത്തിന്റെ പ്രശ്നം പറഞ്ഞല്ലോ. നമ്മൾ ഒരു കാര്യം ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 93 വയസ്സുള്ള VS അച്യുതാനന്ദന് സമൂഹത്തിലെ എല്ലാത്തരം ആളുകളെയും അവർക്കൊക്കെ സ്വീകാര്യനായ നേതാവാകാൻ പറ്റുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും VM സുധീരനും ആ സ്വീകാര്യത കിട്ടാതെ പോകുന്നത് എന്നത് നിങ്ങൾ പഠിക്കേണ്ട വിഷയമല്ലേ? അവർ സ്വീകരിക്കുന്ന നിലപാടുകളുടെ പ്രശ്നമാണോ? ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. അഴിമതിക്കാരായ ആരോപണം നേരിട്ടവർ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കണമെന്ന് VM സുധീരൻ പറഞ്ഞപ്പോൾ അങ്ങനെ മാറി നിൽക്കേണ്ടതില്ല എന്ന് മറ്റു 2 ഗ്രൂപ്പ് മാനേജർമാരും ദില്ലിയിൽ തിരക്കിട്ട് കൂടിയാലോചന നടത്തി തീരുമാനിക്കുകയാണ്. അങ്ങനെ മത്സരിച്ചവർ വീട്ടിലിരിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ അതിനപ്പുറത്തേക്ക് അടിസ്ഥാന പ്രശ്നം ഈ പ്രായത്തിൽ ഉപരി ഇവർ സ്വീകരിക്കുന്ന നിലപാടുകളാണ്. താങ്കൾ സൂചിപ്പിച്ച അഴിമതി പോലെയുള്ള പ്രശ്നങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാടുകളുടെ പ്രശ്നമാണ് എന്ന് തുറന്നു സമ്മതിക്കേണ്ടേ? അല്ല, ഞാൻ വിജയകുമാർ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ ഏകദേശം യോജിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല. പക്ഷേ അതിൻ്റെ അകത്ത് എനിക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുള്ളത്, VS അച്യുതാനന്ദൻ കേരളത്തിലെ ഏറ്റവും ആദരണീയനും ബഹുമാന്യനുമായ നേതാവാണ്. ശരിയാണ്. അദ്ദേഹത്തിന് വലിയ അപ്പീൽ, വലിയ അംഗീകാരം, വലിയ ആദരവ്, ബഹുമാനം എല്ലാ തലങ്ങളിലുമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഈയിടെ സോഷ്യൽ മീഡിയ സജീവമായി അല്ലെങ്കിൽ ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ പറയുന്നു, അതിന് വലിയ പ്രചാരവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നു. പക്ഷേ CPMന് വേണ്ടി യുവാക്കളുടെ വോട്ട് അവർക്ക് അനുകൂലമാക്കിയത് VS അച്യുതാനന്ദനാണ് എന്ന വാദത്തെ ഞാൻ അംഗീകരിക്കില്ല. ഈ തവണ CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി യുവാക്കൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആൻറ്റി UDF വോട്ടാണ്. അതുകൊണ്ട് അച്യുതാനന്ദൻ്റെ ഒരു ക്യാമ്പയിനിൽ അട്രാക്റ്റഡായ യുവാക്കൾ വോട്ട് ചെയ്താണെന്ന് ധരിക്കരുത്. കാരണം പിന്നെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ മുൻനിര നേതാക്കന്മാർ, 2 മുന്നണികളിലുമുള്ള മുൻനിര നേതാക്കന്മാരിൽ കൂടുതൽ ചർച്ചയുണ്ടാക്കാൻ കഴിയുന്നതും കൂടുതൽ ആളുകൾക്ക് അട്രാക്റ്റീവായ രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ കഴിയുന്നതും ജനപക്ഷത്ത് നിന്ന് കാര്യങ്ങൾ ഉച്ചത്തിൽ പറയാൻ കഴിയുന്നതും VS അച്യുതാനന്ദനാണ് എന്നത് ശരിയാണ്. പക്ഷെ ഞാൻ ആവർത്തിച്ച് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, യുവാക്കളുടെ വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ക്യാൻവാസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അത് ഇത് ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിനെ പുള്ളി ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മറിച്ച് UDFന്റെ അല്ലെങ്കിൽ സർക്കാരിനോട് ഉണ്ടായ ഒരു എതിർപ്പ്, അത് നാച്ചുറലി ആ വോട്ടുകൾ അങ്ങോട്ട് പോകാനിടയാക്കി. അതാണ് സംഭവിച്ചത്. പിന്നെ ഈ തലമുറ മാറ്റം എന്ന് ഞങ്ങൾ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പോഴത്തെ ഈ നേതാക്കന്മാരെല്ലാം അവരുടെ ഒരു ബേസിക് ആയിട്ട് എത്ര
ഡെക്കേഡ്സ് ആയിട്ട് ഒരുപക്ഷെ 30-40 വർഷമായി അവർ പിന്തുടരുന്ന ഒരു ശൈലിയുണ്ട്. അവരുടെ ഒരു പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ് ഓൾറെഡി ഒരു രീതിയിൽ സെറ്റാണ്. അവർക്ക് ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് പ്രയാസമാണ്. കാരണം പുതിയൊരു പെട്ടെന്ന് മാറുന്ന ഒരു കാര്യമല്ല. ഒരുപക്ഷെ 3-4 ദശാബ്ദങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ ശൈലി, ഒരു രാഷ്ട്രീയത്തെ സമീപിക്കുന്ന രീതി, അതിനെയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് മാറിയ ഒരാൾക്ക് വേറെ ആളാവാൻ കഴിയില്ല. പക്ഷെ ഇന്ന് ഓൾമോസ്റ്റ് 50% എന്ന് പറയുന്നത് യുവാക്കളും ചെറുപ്പക്കാരുമാണ്. അപ്പം അവരുടെ ഭാഷയും അവരുടെ ശൈലിയും അവരുടെ സ്വരവും ഇപ്പോൾ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും അത്യധ്വാനവും ആരും അംഗീകരിക്കാതിരിക്കത്തില്ല. ഇതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് സാധ്യമായ രീതിയിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നെ എവിടെയാണ് പാളിയത്? എവിടെയാണ് അദ്ദേഹത്തിന് തെറ്റിയത്? അദ്ദേഹത്തിന് സമൂഹത്തിലെ ഒരു വലിയൊരു വിഭാഗത്തിൻ്റെ വികാരവും വിചാരവും സെൻസ് ചെയ്യാൻ പറ്റിയില്ല. അഴിമതിക്ക് ഈ പുകമറകൾ പ്രതിപക്ഷം സൃഷ്ടിച്ചത് അവരെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അതിനോട് ജനങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ വരാം. ശ്രീ ജെ അജിത് കുമാർ, അടിസ്ഥാന പ്രശ്നം അവിടെയാണോ? അടിസ്ഥാന പ്രശ്നം ഈ നേതൃത്വത്തിന് ഒരു തലമുറയെ ആകർഷിക്കാൻ കഴിയുന്നില്ല എന്നതാണോ, അതോ യഥാർത്ഥ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ കോൺഗ്രസ് ലീഡർഷിപ്പ് പരാജയപ്പെടുന്നു എന്നതാണ്? ഇപ്പോൾ വനിതകൾക്ക് സീറ്റ് നൽകുന്ന കാര്യത്തിൽ ഇപ്പോൾ ദീപ്തി പറഞ്ഞു, ഇന്ന് KPCC എക്സിക്യൂട്ടീവിൽ എന്തൊക്കെ നടന്നു എന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു. പക്ഷേ അഴിമതി പോലെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ സ്വീകരിക്കുന്ന നിലപാടുകളടക്കം ഇവരുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കില്ലേ? അതിന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാണിക്കാതെ, അതൊക്കെ പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ശ്രീ വിജയകുമാർ, ഞാൻ തുടക്കത്തിലെ തന്നെ 1-2 കാര്യങ്ങൾ മുൻകൂറായിട്ട് പറഞ്ഞോട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ആർ അജിത് കുമാർ പറഞ്ഞ ചില കാര്യങ്ങളോടും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. അതുപോലെ പ്രിയ സുഹൃത്ത് ശ്രീ മാത്യുവിനോടും, എൻ്റെ പ്രിയപ്പെട്ട അനിയനെ പോലെ ഞങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും സ്നേഹവും അടുപ്പമുള്ള 2 പേരാണ് ഞങ്ങൾ. അവർ പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ വിയോജിക്കുകയാണ്. പ്രത്യേകിച്ച് ശ്രീ അജിത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ശ്രീ ആർ അജിത്ത് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, ഐഡൻറ്റിറ്റി ക്രൈസിസ് വേണ്ട. അതായത് ഈ ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ആരോപണത്തിൻ്റെ പുകമറയിൽ നിന്നവർ, അല്ലെങ്കിൽ ആർക്കെതിരെ വിരൽ ചൂണ്ടപ്പെട്ടവർ മത്സരരംഗത്തുനിന്ന് മാറി നിൽക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ശ്രീ മാത്യു തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ദിവസം 24 മണിക്കൂറിൽ 23 മണിക്കൂറും മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ തൻ്റെ കടമകൾ നിർവഹിക്കുകയും പറ്റാവുന്ന എല്ലാ അവസരങ്ങളിലും പൊതുജന മധ്യത്തിൽ നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ഒരു മുഖ്യമന്ത്രിയെ ഒരുപക്ഷെ കേരളം ഈ കഴിഞ്ഞ 60 കൊല്ലത്തിനുള്ളിൽ കണ്ടിട്ടുണ്ടാവില്ല. ഈ കാര്യത്തിൽ ബഹുമാനായ ശ്രീ ഡി ബാബു പോൾ IAS അദ്ദേഹം പറഞ്ഞ അദ്ദേഹം നടത്തിയ ഒരു നിരീക്ഷണം ഞാൻ ഒന്ന് ഓർത്തെടുത്തോട്ടെ. 50 years down the lane എന്ന് പറഞ്ഞാൽ 50 വർഷത്തിനപ്പുറം കേരളത്തിൻ്റെ ആധുനികകാല കേരളത്തിൻ്റെ ചരിത്രം എഴുതുന്നവർ കേരളത്തിൻ്റെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരുടെ ഒരാളായിട്ട് ശ്രീ ഉമ്മൻചാണ്ടിയെ വിലയിരുത്തും എന്നാണ് ബഹുമാനായ ബാബു പോൾ സാർ പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹമൊക്കെ എത്രയോ മന്ത്രിമാരോടും മുഖ്യമന്ത്രിമാരോടും ഇപ്പോൾ പ്രവർത്തിച്ച പരിചയ സമ്പത്തുള്ള, അല്ലെങ്കിൽ ലോകം ഒരുപാട് കണ്ട വിജ്ഞാനം കുതുകിയ ആളാണ് അദ്ദേഹം. അപ്പോൾ അത് മാത്രമല്ല ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ശ്രീ അജിത്ത് പറഞ്ഞ ആ ഒരു കാര്യം തന്നെയല്ല, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരനും മുൻ KPCC പ്രസിഡന്റും ആഭ്യന്തരമന്ത്രിയും ആയിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയും അവർ 3 പേരും ഒരു ടീമായിട്ട് ഒറ്റക്കെട്ടായിട്ട് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കണം എന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം. അത് ആ ജോലി അവർ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ചില പാളിച്ചകൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ മതിയാവും. തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. തെറ്റുകൾ പരിഹരിക്കണം, വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കണം. അതിന് ഒരു സാവകാശം കൊടുക്കണ്ടേ? ഞാൻ മുമ്പേ തുടക്കത്തിൽ പറഞ്ഞ പോലെ വിജയ്, നമുക്ക് ഒരു കൂൾ ഓഫ് ടൈം വേണ്ടേ? മറ്റൊന്ന് ശ്രീ മാത്യു പറഞ്ഞതുപോലെ യുവജനങ്ങൾ മുഴുവനും കേരളത്തിലെ കോൺഗ്രസിന് അങ്ങനെ വലിയൊരു വാർദ്ധക്യം ബാധിച്ച നേതൃത്വമൊന്നും അല്ല ഉള്ളത്. അതിനേക്കാളും പ്രായമുള്ള ഒരു പാവം മനുഷ്യനെ തെക്കോട്ടും വടക്കോട്ടും ഓടിച്ചിട്ട് 91 വയസ്സായ വയോധികനെ പാറശാല മുതൽ കാസർഗോഡ് വരെ ഓടിച്ചിട്ട് അത്യാവശ്യം വേണ്ട വോട്ടുകളും കിറ്റിലാക്കിയിട്ട് അദ്ദേഹത്തിനെ നിഷ്കരണം എല്ലാ അധികാര സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്ന CPM-ൻ്റെ തന്ത്രമല്ല കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസിലെ ഈ പറഞ്ഞതുപോലെ ശ്രീമതി ഷാനിമോൾ ഉസ്മാനും അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയ്ക്കും പ്രതിഷേധം രേഖപ്പെടുത്തി പുറത്തു പോകാൻ കഴിയുന്നെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ആ ഒരു ജനാധിപത്യ സ്വഭാവം കൊണ്ടാണ്. CPM-ൽ അങ്ങനെ ഇപ്പോൾ 2 വനിതാ മന്ത്രിമാർ വന്നു. ഇപ്പോൾ അവിടെ ഇതുപോലെ പരാജയം സംഭവിച്ചിരുന്നെങ്കിൽ ഇതുപോലെ പ്രതിഷേധം രേഖപ്പെടുത്തി പുറത്തു പോയി കഴിഞ്ഞാൽ അവർ പാർട്ടിയിൽ നിന്നേ പുറത്താണ്. പിന്നെ ബാക്കി എന്തൊക്കെ അവർക്ക് പിന്നാലെ ഉണ്ടാകും എന്നുള്ളത് പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ജനാധിപത്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ
ഈ പാളിച്ചകളുണ്ടാകും, അത് പരിഹരിച്ച് പോയേ കഴിയുള്ളൂ. മറ്റൊന്ന്, ഈ യുവാക്കളുടെ കാര്യം ശ്രീ മാത്യു പറഞ്ഞതിനോടാണ് ഞാൻ പറയാൻ വന്നത്. നമ്മുടെ യൂത്ത് ബ്രിഗേഡ് മുഴുവനും കുട്ടികൾ മുഴുവൻ ജയിച്ചു വന്നിരിക്കുന്നു. അതായത് നമ്മുടെ കഴിഞ്ഞ സഭയിൽ ഏറ്റവും അധികം നന്നായിട്ട് ശോഭിച്ച 3 ചെറുപ്പക്കാർ, ശ്രീ ഹൈബി ഇടനും വി ടി ബൽറാമും ഷാഫി പറമ്പിലും ഭൂരിപക്ഷം ഭീകരമായിട്ട് വളരെ കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ സഭയിൽ തിരിച്ചു വന്നിരിക്കുന്നു. പുതുതായിട്ട് വന്ന അങ്കമാലിയിലെ സ്ഥാനത്ത് റോജി എം ജോൺ തിരിച്ചു വന്നിരിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ഏറ്റവും അവസാനത്തെ എന്തോ ഒരു മിറക്കിൾ കൂടെയാണേലും വടക്കാഞ്ചേരിയിൽ അനിലക്കര വന്നിരിക്കുന്നു. ഇവരെല്ലാം നമ്മുടെ യുവതലമുറയുടെ പ്രതിനിധികളായിട്ടാണല്ലോ അവരെയൊക്കെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ യുവതലമുറ മുഴുവനും കോൺഗ്രസിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി അല്ലെങ്കിൽ അകലം പാലിച്ചു എന്നുള്ള ആ ഒരു നിരീക്ഷണത്തോട് ഞാൻ യോജിക്കുന്നില്ല വിജയ്. ശരി, താങ്കളുടെ വിശദീകരണം അതാണ്. ശ്രീമതി ദീപ്തി, ഇപ്പോൾ ശ്രീ അജിത് കുമാർ പറഞ്ഞതുപോലെ പ്രതിഷേധം പ്രകടിപ്പിച്ച് പോകാനുള്ള അവസരം നിങ്ങൾക്ക് പാർട്ടിയിൽ കിട്ടുന്നുണ്ട്. അതുതന്നെ വലിയൊരു കാര്യം. എന്ന് വെച്ചാൽ പാർട്ടിയിൽ ജനാധിപത്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ യുവാക്കളുടെയും സ്ത്രീകളുടെയും ഒക്കെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്ന നേതൃത്വം കോൺഗ്രസിന് അന്യമായതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അഭിപ്രായം രൂപീകരണത്തിലടക്കം വനിതകളുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാതെ വരുന്നു. സീറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഷാനിമോൾ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പരിഗണന ലഭിക്കാതെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പിന്മാറുന്ന ഘട്ടത്തിൽ അവിടേക്ക് പരിഗണിക്കപ്പെടേണ്ട സ്ഥാനാർത്ഥിയായിരുന്നോ ഷാനിമോൾ ഉസ്മാൻ? അതല്ലാതെ തന്നെ പരിഗണിക്കപ്പെടേണ്ടതായിരുന്നില്ല? ഇതൊക്കെ നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. ഈ രീതിയിലാണോ കോൺഗ്രസിന് നേതൃത്വം പ്രതികരിക്കേണ്ടത്? എന്നാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു നേതൃത്വം ഇനി കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്നത്? ഇവിടെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഒരു ജനാധിപത്യ സ്വഭാവമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജനാധിപത്യ സ്വഭാവം ഉള്ളതുകൊണ്ട് സംഘടനയ്ക്കകത്തും പുറത്തും ഒക്കെ പ്രതിഷേധിക്കാൻ, ഇപ്പോൾ CPM-നേക്കാളും അല്ലെങ്കിൽ മറ്റ് കേഡർ സംവിധാനമുള്ള പാർട്ടിയേക്കാളും ഒക്കെ കോൺഗ്രസ്സുകാർക്ക് തീർച്ചയായിട്ടും പ്രതിഷേധിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ ഇവിടെ നേരത്തെ ശ്രീ അജിത്ത് ഇല്ല, പ്രതിഷേധിക്കാനുള്ള അവസരമുണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇവിടെ ശ്രീ അജിത്ത് ആദ്യം സൂചിപ്പിച്ച പോലെ ഇവിടെ വലിയൊരു ക്രൈസിസ് ആണ് കോൺഗ്രസ്സിൽ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഇതിനു മുമ്പ് 9 MLA-മാരെ വെച്ച് ശ്രീ കെ കരുണാകരൻ നിയമസഭയിൽ ഇരുന്നിട്ടുണ്ടല്ലോ. പിന്നീട് വലിയൊരു തിരിച്ചുവരവ് വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചുവരവ് ഇല്ലാത്ത ഒരവസ്ഥയൊന്നും കോൺഗ്രസ്സിനില്ല. കോൺഗ്രസ്സിൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു തിരിച്ചുവരവുണ്ടാവും. ഞാനിവിടെ ഏറ്റവും അധികം അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ സംഘടനയ്ക്കകത്തുണ്ടോ എന്ന വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിൽ ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരു വനിതയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ പാർലമെൻറ്റിലേക്ക് പോയത്, കോൺഗ്രസിൽ നിന്ന് പോയത് സാവിത്രി ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരേ ഒരു വനിതയാണ്. അതുപോലെ തന്നെ നിയമസഭയിലാണെങ്കിലും MLA-മാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വളരെ തുച്ഛമായ നമ്പറുകൾ മാത്രമേ ഉള്ളൂ. കാരണം ജയസാധ്യതയുള്ള, മുൻപ് നമ്മൾ സംസാരിച്ച പോലെ ഇരിക്കാൻ പോലും വനിതയില്ല എന്നുള്ളത് ഇപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞില്ലെങ്കിലും ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക്, കഴിവുള്ള സ്ത്രീകൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ, വർഷങ്ങളോളം പ്രവർത്തന പരിചയമുള്ള സ്ത്രീകൾ കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കൊള്ളാവുന്ന ഒരു സീറ്റ് ഒരു സ്ത്രീക്ക് കൊടുക്കാത്തത്? അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ സംഘടനാ തലത്തിലാണെങ്കിലും ഞാനത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. എന്നോടൊപ്പം പ്രവർത്തിച്ച, ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്, ACC മെമ്പറായിരുന്ന ആളാണ്. എന്നോടൊപ്പം പ്രവർത്തിച്ച ആളുകളെയൊക്കെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാ ആണുങ്ങളായിട്ടുള്ള എല്ലാവരെയും KPCC-യിലേക്ക് വെച്ചപ്പോൾ എന്നെ മാത്രം വെക്കാത്ത അവസ്ഥ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊക്കെ സംഘടനാ തലത്തിലുമുണ്ട്, തെരഞ്ഞെടുപ്പ് തലത്തിലുമുണ്ട്. ഇങ്ങനെ സ്ത്രീകളോട് കാണിക്കുന്ന ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ സംഘടനയ്ക്കകത്തുള്ളത് നല്ലതല്ല എന്നുള്ളത് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് നേതൃത്വം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അതിനൊരു ചർച്ച ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ R. അജിത് കുമാർ, ഇന്ന് ശശി തരൂർ സോണിയാഗാന്ധിയെ കണ്ടപ്പോൾ പറഞ്ഞത് കേരളത്തിലെ തോൽവിക്ക് നടപടിയെടുക്കണം, ആ വിഷയത്തിൽ നടപടിയെടുക്കണം, വീഴ്ച പറ്റിയ നേതാക്കൾക്കെതിരെ. ഹൈക്കമാൻഡ് ആർക്കെതിരെ നടപടിയെടുക്കും? അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ മാത്രം നടപടിയെടുക്കാവുന്ന സാഹചര്യമുണ്ടോ കേരളത്തിൽ? അങ്ങനെയൊക്കെ നടപടിയെടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ധൈര്യവും തൻ്റെ ഇടവും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് കാണിക്കുമോ? വിജയകുമാറെ, കോൺഗ്രസിന്റെ തോൽവിയുടെ ഉത്തരവാദി ആരാ? ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു ഞാൻ തന്നെ ഉത്തരവാദി. സുധീരനും രമേശ് ചെന്നിത്തലയും പറഞ്ഞു ഞങ്ങൾ കൂട്ടുത്തരവാദിത്തമാണ്. എങ്കിലും 3 പേര് മാറണ്ടേ? എന്തിനാ ചടഞ്ഞിരിക്കുന്നത്? ഇവർ 3 പേരെ ഉത്തരവാദികളാണെങ്കിൽ 3 പേര് മാറണ്ടേ? അത് മാറുന്നില്ലല്ലോ. പിന്നെ അജിത് കുമാർ എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി ഏറ്റവും വലിയ 24 മണിക്കൂർ പ്രവർത്തിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് ചന്തയായിരുന്നു. ഒരു മാന്യന് ആ ഓഫീസിലോട്ട് കയറാൻ പറ്റുമായിരുന്നില്ല.
അവിടെ ചന്തയായിരുന്നു. ഈ ചന്തയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചന്തയാക്കേണ്ടതാണോ? അല്ല. എന്തെങ്കിലും കാര്യം ഗൗരവത്തോടെ ചർച്ച ചെയ്യാൻ അവസരം വേണ്ടേ? ഉമ്മൻചാണ്ടിയുടെ ഗൗരവത്തോടെ ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റുമായിരുന്നു? സരിത പറയുന്നത് അത് ഞാൻ സരിത വിഷയത്തിലേക്ക് കടക്കുന്നില്ല, പോട്ടെ. ഞാൻ പറഞ്ഞ പോയിന്റ്, ഈ തരത്തിൽ ഗവൺമെന്റ് ഈ UDF ഇങ്ങനെയാക്കിയതിൽ ഉത്തരവാദികൾ ആരൊക്കെ? അവർ മാറി നിൽക്കണം. കോൺഗ്രസ് അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷനിൽ കുഴൽനാടൻ ദീപ്തി കോൺഗ്രസ് നശിക്കണമെന്ന ആഗ്രഹത്തോടല്ല ഞാൻ പറയുന്നത്. അടുത്ത പ്രാവശ്യം BJP NDA LDF മത്സരം അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഉണ്ടാവും കേരളത്തിൽ. സംശയം വേണ്ട. നിങ്ങളുടെ കോൺഗ്രസ് ഛിന്നഭിന്നമായി പോകും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെ മാറ്റണം. ഞാൻ ചോദിച്ചോട്ടെ, LDF അധികാരത്തിലിരുന്നപ്പോൾ അഴിമതി ആരോപണവും ഈ ജീർണതയും സ്ത്രീ പെൺവിഷയമൊക്കെ വന്നല്ലോ. അവരൊക്കെ മാറ്റി നിർത്തിയില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ മാറ്റി നിർത്തിയില്ല? എന്തുകൊണ്ട് നിങ്ങൾ മാറ്റി നിർത്തുന്നില്ല? ഇപ്പൊ തന്നെ ചർച്ചയില്ലല്ലോ. ചർച്ച എന്ന് പറഞ്ഞ് കുറെ ജനക്കൂട്ടം വന്ന് അത് അധ്യക്ഷവേദിയാണ് നിറയെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് തന്നെ KPC എക്സിക്യൂട്ടീവിൽ അധ്യക്ഷവേദിയേക്കാളും കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേൾക്കാനുള്ളൂ. അതുപോലെ കോൺഗ്രസിന്റെ ഈ അലകും പിടിയും മാറണം. അത് ഈ തരത്തിൽ മാറിയില്ലെങ്കിൽ കോൺഗ്രസ് വീണ്ടും ജീർണത ബാധിക്കും. ജനങ്ങൾ തിരിച്ചടി നൽകിയ ജനങ്ങൾ അടി നൽകിയതാണ്. ഈ അടി ഏൽക്കണം. ഏറ്റ് മര്യാദയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയണം. അതുകൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ നേതാക്കളിൽ ഒരു മാറ്റം ആവശ്യമുണ്ട്. ആ മാറ്റം നിങ്ങൾ ഉൾക്കൊള്ളൂ. ജനങ്ങൾ തന്ന അടി ഉൾക്കൊള്ളൂ. ഇപ്പൊ ഉത്തരവാദിത്വം ഇല്ലാതെ ബാർ വിഷയം ഞാൻ പറയാം. തൃശ്ശൂരിൽ നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കണം. തൃശ്ശൂരിൽ ഇത്രയധികം അടിയേൽക്കാൻ കാരണം എന്താ? അവിടുത്തെ തൃശ്ശൂരിലെ ജനതയെ അറിയാം. 2 സ്മാളും കഴിച്ച് ഇത്തിരി പന്നിയിറച്ചിയോ പോത്തിറച്ചിയോ കഴിക്കുന്ന ആൾക്കാരാണ്. അവിടെ 200ഓളം ബാർ ഉണ്ടായിരുന്നു. മൊത്തം പൂട്ടി. അവിടെ മൊത്തം ജനങ്ങൾ കംപ്ലീറ്റ് അടിച്ച് UDF അടി കൊടുത്തു. പോത്തിറച്ചിയും 2 വെഗും കഴിച്ച് മാന്യതയോടെ സഹവർത്തിത്വത്തോടെ ഹാർമോണിയസ് ആയിട്ട് ജീവിക്കുന്ന തൃശ്ശൂരിലെ ജനതയ്ക്ക് അതിനുള്ള അവസരം നിഷേധിച്ചപ്പോൾ അവർ തിരിച്ചടി കൊടുത്തു. അതാണ് കൊല്ലത്തും മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടായത്. അത് ജാതി വെച്ച് മാത്രം മാനേജ് ചെയ്യാൻ പറ്റില്ല. ജാതി വെച്ചെങ്കിൽ തൃശ്ശൂർ ക്രിസ്ത്യാനികളെല്ലാം UDF വോട്ട് ചെയ്തിരുന്നെങ്കിൽ UDF ജയിക്കേണ്ടതല്ലേ? അപ്പൊ യാഥാർത്ഥ്യ ബോധം ഉണ്ടാകണം. ഈ മദ്യനയവും നിങ്ങളുടെ മദ്യനയം അപരിഷ്കൃതമാണ്. അത് യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളാതെ സുധീറിന് മദ്യനയം ഇവിടെ UDF ആലോചിച്ച് മദ്യനിരോധന സംഘടനകളുമായി ചർച്ച ചെയ്ത് ഒരു കരകളഞ്ഞ മദ്യനയം ഉണ്ടാക്കിയ വേണ്ടിയില്ല. ഇതല്ല, സുധീറിനെ തോൽപ്പിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി കുറിപ്പടിയിൽ എഴുതിക്കൊണ്ട് ഒരു മദ്യനയം പ്രഖ്യാപിക്കുക. സുധീറിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്, കേരളത്തിലെ മദ്യനിരോധനം നടപ്പാക്കാൻ വേണ്ടിയല്ല. അപ്പൊ ആ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളാതെ ഉട്ടോപ്യൻ സമീപനം എടുത്തതാണ് UDF ജനങ്ങൾ തിരിച്ചടി നൽകിയത്. ഇത് കവിഞ്ഞൊരു തരംഗം UDF പ്രതീക്ഷിച്ചല്ലോ. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ട് ഈ കോൺഗ്രസിനകത്തെ കുറ്റാരോപിതർ മൊത്തം മാറി നിൽക്കട്ടെ. അത് അടൂർ പ്രകാശ് ജയിച്ചെന്ന് വിചാരിച്ച് അടൂർ പ്രകാശ് അവിടെ കുറ്റാരോപിത ജനങ്ങൾക്ക് കൂടുതൽ സഹായം ചെയ്താൽ എല്ലാവരും ജയിക്കും. അങ്ങനെ കൂടുതൽ റോഡ് വെട്ടിക്കൊടുത്താൽ അതുകൊണ്ടല്ലേ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം ഇത്ര വർദ്ധിച്ച കാരണം വികസനം, മണ്ഡലത്തിലെ വികസനം. ആ മണ്ഡല വികസനം അല്ല കോൺഗ്രസ് വികസനം. അതുകൊണ്ട് കുറ്റാരോപിതർ മാറുന്നിരുന്നെങ്കിൽ കോൺഗ്രസിന് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് ഉണ്ടാക്കാമായിരുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ഇക്കാര്യത്തിൽ ഒരുപക്ഷെ മാത്യുവിന് വിശദീകരണം ഉണ്ടാകും. മാത്യു, ഇപ്പോൾ ശ്രീ അജിത് കുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ തലമുറ മാറ്റം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അങ്ങ് തെളിച്ചു പറയണം. ഈ നേതാക്കളൊക്കെ മാറി പുതിയൊരു നേതൃത്വം വരണം എന്നാണോ? അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചിലർ മാറിയാൽ മതിയെന്നാണോ? ഒരു വ്യക്തത വേണ്ട. ഇപ്പോൾ ശശി തരൂർ നടപടിയെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആർക്കെതിരെയൊക്കെ നടപടിയെടുക്കണമെന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടല്ലോ. കൂട്ടുത്തരവാദിത്വമാണോ, അതോ മുഖ്യമന്ത്രിക്ക് മാത്രമാണോ ഉത്തരവാദിത്വം, അതോ സംഘടന എന്ന നിലയിൽ VM സുധീരൻ മാറേണ്ടതുണ്ടോ? ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ എന്താണ് ഈ തലമുറ മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തെളിച്ച് പറയാമല്ലോ. അല്ല, ഞാൻ അതിനു മുമ്പ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു അജിത്തേട്ടൻ എനിക്ക് എൻ്റെ തെറ്റ് ചൂണ്ടിക്കാട്ടാനും എന്നെ തിരുത്താനും തീർച്ചയായിട്ടും എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദര സ്ഥാനമുള്ള ആളാണ്. ഞാൻ അതിൻ്റെ മുഴുവൻ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കും. ഞാൻ അദ്ദേഹം പറഞ്ഞ അതേ അർത്ഥത്തിലാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഒരുപക്ഷെ ഞാൻ കൺവേ ചെയ്തതിൽ വന്ന പരിമിതിയായിരിക്കും. കാരണം പാർട്ടിയിൽ പാർലമെൻ്ററി രംഗത്ത് ഇപ്പോൾ നമുക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, ഈ തവണ UDFൻ്റെ വിരുദ്ധമായൊരു വികാരം കേരളത്തിലെമ്പാടും ഉണ്ടായിരുന്ന സമയമാണ്. ആ വികാരത്തെ അതിജീവിക്കാൻ കഴിയുന്ന ആർക്കാണ്? ഈ ചെറുപ്പക്കാർക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അങ്കമാലിലെ റോജി ഒരു നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിച്ച ആളാണ്. അതുപോലെ പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി,
CPM-ന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു MLA ആയിരുന്നു ഷാജി പോൾ. അദ്ദേഹത്തെ അട്ടിമറിച്ച് കടന്നു വന്നതാണ്. അതുപോലെ ആരെ പരിശോധിച്ചാലും സിറ്റിംഗ് ആയിട്ടുള്ള എല്ലാവരും സീറ്റ് നിലനിർത്തിയത് കൂടാതെ അനിൽ അക്കരയാണ്. ഇതുപോലെ ചെറുപ്പക്കാരാണ് ഈ വേവിലും പിടിച്ചേക്കാൻ കഴിഞ്ഞത്. VT ബൽറാം ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഒട്ടും ഫേവറബിൾ അല്ലാത്ത കണ്ടീഷൻസ്, അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി BJP അടക്കമുള്ളവർ അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നു. വീണ്ടും ഭൂരിപക്ഷം കൂട്ടി ജയിച്ചു വരികയാണ്. അപ്പോൾ അവസരം കൂടുതലായി ചെറുപ്പക്കാർക്ക് കൊടുക്കുമ്പോൾ, യുവാക്കൾക്ക് കൊടുക്കുമ്പോൾ അവരൊരു പ്രോമിസിംഗ് ലീഡർഷിപ്പ് എമർജ് ചെയ്ത് വരുന്നുണ്ട്. പാർട്ടി നീഡ്സ് ദിസ് ലീഡർഷിപ്പ്. പാർട്ടി നീഡ്സ് ടു ഗ്രൂം ദിസ് ലീഡർഷിപ്പ്. ഇവർക്കൊക്കെ കൂടുതൽ പാർട്ടി ഗ്രൂം ചെയ്തെടുത്താലാണ് അവർക്ക് വേറെ ലെവലിലേക്ക് വളരാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ട വളരെ പരിണിതപ്രജ്ഞരായ, വളരെ പ്രഗത്ഭരായ, വളരെ ഇതായിട്ടുള്ള നിരവധി കോൺഗ്രസ് നേതാക്കന്മാർക്ക് അടി തെറ്റിയപ്പോഴും ചെറുപ്പക്കാരെങ്ങനെയാണ് പിടിച്ചു നിന്നത്? അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളൊരു തലമുറ മാറ്റത്തിന്റെ ആവശ്യം സൂചിപ്പിക്കാൻ കാരണം. അത് എല്ലാ തലത്തിലും എല്ലാ നിലയ്ക്കും വേണം. സ്വാഭാവികമായിട്ടും പാർട്ടിയെ നയിക്കുന്ന ശൈലി, പാർട്ടി ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. ഇപ്പോൾ PCC പ്രസിഡന്റോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ മാത്രമല്ല, ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണ്. ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് ആയിരിക്കണം. ആ കളക്റ്റീവ് ലീഡർഷിപ്പിൽ ആ യങ് ഫേസസിനും അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കും അതുപോലുള്ള വരുമ്പോൾ പാർട്ടിയുടെ നയരൂപീകരണത്തിലും ശൈലിയിലും സർക്കാരിനുമൊക്കെ അതുപോലുള്ള ഒരു ശൈലിയും ആ ഒരു ഷെയറും യുവാക്കൾക്ക് വരുമ്പോൾ അതിനൊരു യൂത്ത് അപ്പീൽ ഉണ്ടാവും. ആ യൂത്ത് അപ്പീൽ ഇല്ലാതെ പോയതാണ് വലിയൊരളവ് വരെ. ഇപ്പം ഞാനൊരു VD സതീശൻ എങ്ങനെയാണ്? ഹീസ് എ വെരി അപ്പീലിംഗ് ലീഡർ. ഒരു യങ്സ്റ്റർ ആണ്. നാച്ചുറലി ഇത് നമുക്ക് നിഷേധിച്ച് അല്ലെങ്കിൽ കണ്ടില്ലെന്ന് കഴിച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പാർട്ടി അത് കൂടുതൽ ഉൾക്കൊള്ളാനും ലീഡർഷിപ്പിലേക്ക് ചെറുപ്പം യങ് ബ്ലഡിനെ ഇൻഡക്ട് ചെയ്യാനും ശ്രമിച്ചില്ല എങ്കിൽ കോൺഗ്രസ് ആസ് എ പാർട്ടി വിൽ ബിക്കം ഇറലവൻറ്റ് എമംഗ് ദ യങ്സ്റ്റേഴ്സ്. അതാണ് ഞങ്ങൾ ആവർത്തിച്ച് അടിവരയിട്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും ഞങ്ങൾ പറഞ്ഞതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പഴയ സമീപനം കൊണ്ട് അതേ രീതിയിൽ പോയാൽ ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് സിറ്റിംഗ് MLA-മാരെ അതേപടി ആവർത്തിച്ചാൽ നമ്മൾക്ക് നഷ്ടങ്ങളുണ്ടാകും. നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് പുതിയ കുറേ ആളുകളെ കൊണ്ടുവരാനും പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വളരെ ശക്തമായി ആവശ്യപ്പെട്ടതും പറഞ്ഞതുമാണ്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അത് പറയാൻ ബുദ്ധിമുട്ടില്ല. കാരണം ഈ നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി ഞങ്ങൾ പറഞ്ഞ ചെറുപ്പക്കാരുടെ സാന്നിധ്യം പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീമതി ദീപ്തി, ഇപ്പോൾ ഈ വനിതകൾക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുത്തു എന്ന് പറയുന്നവിടുത്തെ കാര്യങ്ങൾ തന്നെ നോക്കുക. സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തിയ എത്ര പേർക്ക് അതിൽ സീറ്റ് ലഭിച്ചിട്ടുണ്ട്? നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് സീറ്റ് നൽകി എന്ന് പറയുമ്പോൾ മാത്രം കേൾക്കുന്ന പേരുകൾ പലതുമുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ കോൺഗ്രസിൽ സംഭവിക്കുന്നത്? വനിതകളുടെ നേതൃത്വം, വനിതകൾക്ക് മാത്രമായുള്ള നേതൃത്വം എത്രത്തോളം എഫക്റ്റീവാണ് ഇത്തരം കാര്യങ്ങളിൽ എന്നൊരു ചോദ്യം കൂടി ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നേതാക്കന്മാർ ദില്ലിയിൽ കേന്ദ്രീകരിച്ച് ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അവരുടെ മുൻപിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതിലടക്കം ഈ ഗ്രൂപ്പ് താല്പര്യങ്ങൾ കടന്നു വരികയും അങ്ങനെ അർഹതയില്ലാത്തവർ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിലൊന്നും ഒരു പരിചയവുമില്ലാത്തവർ രാവിലെ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഇതിപ്പോൾ അതിൻ്റെ അകത്ത് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ സ്ഥാനാർത്ഥികൾ പെട്ടെന്ന് വരുന്ന ചില സാഹചര്യങ്ങൾ കൊണ്ട് പല സ്ഥാനാർത്ഥികൾ വരാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ ഒരു ഡോക്ടർ ശശി തരൂർ വന്നത് ഇതിൻ്റെ അകത്ത് വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടൊന്നും വന്നില്ല. മറ്റു ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മികവ് കണക്കിലെടുത്താണ് വന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ ഇതും അതും കൂടെ മിക്സപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായ ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എന്തുകൊണ്ടാണ് നിയമസഭയിലും പാർലമെൻറ്റിലും സ്ത്രീകൾ എത്താത്തത്? എന്തുകൊണ്ടാണ് സംഘടനാ തലത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്ന സ്ത്രീകളെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാതെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിർത്താത്തത്? ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇത് കോൺഗ്രസിൻ്റെ നേതൃത്വം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിനപ്പുറമായിട്ട് അതിൻ്റെ അകത്തൊന്നും പറയാനില്ല. നമ്മുടെ മുമ്പിൽ തന്നെ ദൃഷ്ടാന്തങ്ങളുണ്ട്. എത്ര വർഷം, ഇപ്പം ഷാനിമോളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വേറെയും നിരവധി പ്രവർത്തിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൺസിഡർ ചെയ്യുന്നില്ല. അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ കഴിയുന്നില്ല. ഇപ്പോൾ മഹിളാ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന, ഈ ഞങ്ങളൊക്കെ ചില സമയത്ത് ഈ മഹിളാ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഈ ഒരു പ്രകടനത്തിന് മുമ്പിൽ ബാനർ പിടിക്കുന്നതിനോ കൊടി പിടിക്കുന്നതിനോ മാത്രമുള്ള സംഘടനയല്ല. മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ബിന്ദു കൃഷ്ണ തീർച്ചയായിട്ടും പുറത്തേക്ക് വന്ന് ഇതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഇത് നേതൃത്വത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയ കാലഘട്ടത്തിൽ എന്ത് കാരണം കൊണ്ടാണ് സ്ത്രീകളെ
പരിഗണിക്കാതിരുന്നത്, അർഹമായ പിന്നെ സീറ്റുകൾ നൽകാതിരുന്നത്, അല്ലെങ്കിൽ തോൽക്കുന്ന സീറ്റ് മാത്രം സ്ത്രീകൾക്ക് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ഇത് ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള മഹിളാ കോൺഗ്രസ് ചർച്ച ചെയ്യുകയും ചർച്ച ചെയ്ത് നേതൃത്വത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ഇത് എല്ലാവരെയും കൺവിൻസിംഗ് ആയ ഒരു സ്റ്റേജിലേക്ക് അത് ചർച്ച കൊണ്ടുവരികയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതിലേക്ക് ഇനിയെങ്കിലും കടക്കേണ്ടിയിരിക്കുന്നു. പറഞ്ഞാൽ പോരാ, പുറത്തും ഇത് വിശദീകരിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അതിന് കഴിയുന്ന ഒരു ജനാധിപത്യ സംവിധാനം കോൺഗ്രസിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ പ്ലാറ്റ്ഫോം അവർ ഉപയോഗിക്കണം. അതാണ് താങ്കൾ പറയുന്നത്. ശ്രീ ജെ അജിത് കുമാർ, ചുരുങ്ങിയ വാക്കുകളിൽ ഇപ്പോൾ കോൺഗ്രസിൽ പറയാറുള്ളത് മുഖം മിനുക്കൽ, നേതൃമാറ്റം, തൊലിപ്പുറത്തെ ചികിത്സ പോരാ. ഈ തെരഞ്ഞെടുപ്പിലും ഈ പറച്ചിലിനപ്പുറത്തേക്ക് എന്തെങ്കിലും കോൺഗ്രസിൽ സംഭവിക്കുമോ? ശ്രീ വിജയ്, എനിക്കൊരു ചെറിയ എന്താ പറയുക അവലാതിയുള്ളത്, ഒരു പരിഭവമുള്ളത്, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ആർ അജിത് കുമാർ, അദ്ദേഹം വളരെ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള ചില കമൻസ് പറയുകയുണ്ടായി. പക്ഷേ അതിന് മുഴുവൻ മറുപടി പറയാൻ എനിക്ക് സമയം ഉണ്ടാകില്ല. എങ്കിൽ പോലും അദ്ദേഹം വല്ലാണ്ടങ്ങ് കടന്നാക്രമിച്ചിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തെയും കോൺഗ്രസ് പാർട്ടിയും. ഇതുപോലൊരു അറ്റാക്ക് ഒരു മാധ്യമപ്രവർത്തകരെല്ലാം ഇതുപോലെ ഒരു ഇടതുപക്ഷ ഓറിയൻറ്റഡ് ആണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ ശ്രീ വിജയ്, നമ്മളെല്ലാവരും ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഞാൻ അത് കുറ്റപ്പെടുത്തലായിട്ട് തോന്നരുത്. ശ്രീ അജിത്തിനെയും ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരു ഇടതുപക്ഷ സ്വാധീനമാണോ അദ്ദേഹത്തിനെയും ബാധിച്ചിരിക്കുന്നതെന്നുള്ള ആശങ്കയല്ല, അത് സംശയം ഞാൻ പങ്കുവയ്ക്കുകയാണ്. അല്ല, ഇത്ര ഹാർഷായിട്ട് പറയാനും മാത്രമുള്ള ഒരു വീഴ്ചയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പരാജയം സംഭവിക്കുന്നു എന്ന് സമ്മതിച്ചു, പരാജയമാണെന്ന് സമ്മതിച്ചു. പക്ഷേ ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായിട്ടും തിരസ്കരിക്കുന്നു. ഞാൻ അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. എന്ന് തന്നെയല്ല, മാധ്യമങ്ങൾ എല്ലാ കാലത്തും ഒരു അജണ്ട വെച്ചിട്ട്, അതായത് മാധ്യമങ്ങളല്ലേ ശ്രീ വി എസ് അച്യുതാനന്ദന് ഇല്ലാത്ത പരിവേഷം ചാർത്തി കൊടുത്ത് അദ്ദേഹത്തിനെ വലിയ ഊതി പൂർപ്പിച്ച ബലൂണായിട്ട് പോയതും ഒരു ചെറിയ ഒരു മൊട്ടുസൂചി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാറ്റ് ഊതി വിട്ടത് സി പി പാർട്ടി നേതൃത്വവും. അപ്പോൾ ആ രീതിയിലുള്ള മാധ്യമ നിരീക്ഷണത്തെ ഞാൻ അപലപിക്കുന്നു. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ ശ്രീമതി ദീപ്തി പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിപ്പോൾ മഹിളാ കോൺഗ്രസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നുള്ള രീതിയിലോ ഒന്നും മാത്രമായിട്ട് സ്ത്രീകൾ ഒതുങ്ങേണ്ടവരല്ല. മെയിൻ സ്ട്രീം പാർട്ടികളിൽ തന്നെ അവരുണ്ടാകണം. അത് മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹികളായിട്ട് ഇപ്പം തന്നെ ശ്രീമതി ദീപ്തി യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമാണ്, മഹിളാ കോൺഗ്രസിൻ്റെ ഭാഗമല്ല. എന്നിട്ട് അത് മുതിർന്നു വരുമ്പോൾ, കുറച്ചുകൂടെ ഇതായി കഴിയുമ്പോൾ, പ്രായപരിധി കഴിയുമ്പം മറ്റേ ഒറിജിനൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലേക്ക് തന്നെ വരും. ശ്രീ ഗോൾനാടനൊക്കെ ഇങ്ങനെ ദേ ആർ ഓൾ വെയിറ്റിംഗ് ഇൻ ദ പൈപ്പ് ലൈൻ. അവരെല്ലാം ഇതിന് അർഹതപ്പെട്ടവരാണ്. പുതിയ സ്ഥാനമാനങ്ങൾ നേടാനും അവരൊക്കെ പിടിച്ചു വാങ്ങിക്കാനും അർഹതയുള്ളവരാണ്. പക്ഷേ അവർ ചെയ്യാതെ അവരെല്ലാം ക്ഷമയോടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഇപ്പോൾ കോൺഗ്രസ്. നമുക്ക് സമയം അതിക്രമിച്ചതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകൾ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിൻ്റെ അകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാധ്യമ പ്രവർത്തകനായ ശ്രീ അജിത്ത് പോലും ഇങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രായം കഴിഞ്ഞ് അതിൻ്റെ ദേശീയ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞിട്ടും ഈ സ്ത്രീ ആണെന്നൊറ്റ കാരണം കൊണ്ടാണ് എനിക്ക് അക്കോമഡേഷൻ ഇല്ലാത്തത് പാർട്ടിയിലേക്ക്. എന്നോടൊപ്പവും എനിക്ക് ശേഷം വന്നവർ മുഴുവൻ KPCC-ലായി, ലിജുവും വിഷ്ണു എല്ലാം ഉൾപ്പെടെ. അപ്പൊ അത് പറയരുത്, അത് കാര്യങ്ങൾക്ക് അല്പം കോൺഗ്രസിലെ ആഭ്യന്തര കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ആ ചർച്ചയിലേക്ക് കൂടുതൽ ഇപ്പോൾ കടക്കേണ്ടതില്ല. സമയം അതിക്രമിക്കുകയും ചെയ്തു. ഞാൻ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത മാത്യു കുഴൽനാടൻ, ആർ അജിത് കുമാർ, ജെ അജിത് കുമാർ, ശ്രീമതി ദീപ്തി മേരി വർഗീസ്, എല്ലാവർക്കും നന്ദി.